ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മളിവിടെ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ചെടി ഗ്രീൻ ടർട്ടിൽ വൈനാണ് നട്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ മുറ്റത്ത് ഈ ടർട്ടിൽ വൈന് കുറേ ഹാങ്ങിങ് പോട്ടിലും അതേപോലെ തന്നെ നിലത്തുമൊക്കെ ആയിട്ട് ഒരുപാട് ചെടി നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ഇത് പോട്ടിൽ നിറച്ച് ചെടി പിടിപ്പിക്കുന്നത്, അതൊക്കെയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതുപോലെ കുറേ ചെടികൾ ഞാൻ തൂക്കിയിട്ടിരിക്കുന്ന ചെടികൾ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെറും നിലത്ത് കുറച്ച് എൻ്റെ കയ്യിൽ ഒരു പിടി വാരിയിട്ട് കിളിർപ്പിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഒരുപാട് നല്ല തിക്കായിട്ടാണിത് വളർന്നു നിൽക്കുന്നത്. കാണാൻ വളരെ ഭംഗിയുണ്ട്. അതുപോലെ ഹാങ്ങിങ് പോട്ടിലും ഒരുപാട് ഞാൻ ചെടി വളർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടുപോരാം. അതിനു മുൻപായി എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അവിടെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാകും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാമെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെ ഞാൻ ഹാങ്ങിങ് പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ചെടികളാണ്. ഇതൊക്കെ നമ്മൾ ഒരു 2-3 മാസമായിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഇത്രയൊക്കെ വളർന്ന് വലുതായിട്ടുണ്ട്. ഈ ചെടി നട്ടു വളർത്താൻ ഒട്ടും പ്രയാസമില്ലാത്തതാണ്. ഇത് ഇപ്പം ഞാനൊരു തെങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു. ആ തെങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ ആ തെങ്ങിൻ്റെ കുറ്റി എടുത്ത് കളഞ്ഞില്ല. അതിന് മുകളിലായിട്ട് ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് തണ്ട് മുറിച്ച് വെച്ച് ഇപ്പോൾ ദാ നന്നായിട്ട് വളർന്ന് വലുതായിട്ട് പന്തലിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു വർഷമോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെട്ടി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ വെറുതെ തറയിൽ കുറച്ച് വാരിയിട്ടതാണ്. അതും ഇതുപോലെ പടർന്ന് ഒരുപാടായിട്ടുണ്ട്. മുറ്റത്തേക്ക് ഒരുപാട് മുറ്റം നിറയെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല രീതിയിലും ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. ഹാങ് ചെയ്യുന്നത് പോലെ തന്നെ തറയിലിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയുണ്ട് ഇത് കാണാൻ. അപ്പം നമുക്ക് ഇത് പല രീതിയിൽ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കണ്ടുപോരാം. നിറയെ കാട് പിടിക്കും, അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ ഞാൻ വെറുതെ തറയിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണിത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ടെറസിലേക്ക് കയറുന്ന ഒരു സ്റ്റെയർ കേസാണ്. അതിൽ ഒരുപാട് ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് കുറച്ച് ഭംഗിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, മഴ നനയുന്നത് കാരണം. അതുപോലെ വലിയ വേനൽ വന്നാലും അത് കുറച്ച് ഉണങ്ങിപ്പോകാറുണ്ട്. ഇതും അതുപോലെ ഒരു മരക്കുറ്റിയിൽ കുറച്ച് ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇത് ഒരു പരന്ന പാത്രത്തിലാണ് ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിലാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിത് കട്ട് ചെയ്ത് വിടാറുണ്ട്. കട്ട് ചെയ്ത് വിട്ട് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് ഇങ്ങനെ താഴെ നിലത്ത് വരെയും മുട്ടി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനിതൊക്കെ കുറേ മുറിച്ച് കളഞ്ഞ് ഇപ്പം ഇത് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനി എന്താ, ഇത് ഈ തെങ്ങിലുള്ളത് കൂടി ഞാൻ കട്ട് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരുപാട് മരത്തിലൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ ഇപ്പം ഇങ്ങനെ മുറിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിയുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി അളിഞ്ഞു പോകും ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ട് കഴിയുമ്പോഴേക്കും ഭംഗിയിൽ നിൽക്കും ഇത്. ഇതൊക്കെ മുറിച്ച് കുറച്ചൊക്കെ ഞാൻ ചട്ടിയിൽ നടും, ബാക്കിയൊക്കെ ശരിക്കും പറഞ്ഞാൽ തറയിലൊക്കെ കൊണ്ടിടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് പെട്ടെന്ന് ഇത് ഒരുപാട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇത് മുറിച്ചിട്ടപ്പോൾ എത്ര ഭംഗിയാണ് കാണാൻ. അതുപോലെ ഇതും മരത്തിൻ്റെ മുകളിലാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇതിൽ കാട് വരും, അതൊക്കെ നമ്മളൊന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. മറ്റു ചെടികൾ വളർത്തിയിരിക്കുന്ന പോട്ടിൽ ഞാൻ ഇതുപോലെ എടുത്ത് ഇടാറുണ്ട്. അതിൽ നിന്നും വളർന്ന് വലുതായിക്കൊള്ളും. ഇതുപോലെ കണ്ടില്ലേ, ഇതൊക്കെ കുറേശ്ശെ അങ്ങോട്ട് മഞ്ഞ കളർ വയ്ക്കാൻ തുടങ്ങി. ഇത് കുറേ ആയതാണ്. ഇതൊക്കെ കുറച്ച് നേരത്തെ നട്ട ഇതാണ്. ഇനി അതൊക്കെ മാറ്റണം. ഇതുപോലെ നമുക്ക് ബോട്ടിലുകളിലൊക്കെ ചെയ്യാം. ഇതൊക്കെ ഒരുപാട് നാൾ കഴിഞ്ഞതാണ്. അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് നട്ടതാണ്. അങ്ങനെ ഏകദേശം മുറ്റം നിറയെ ഹാങ്ങിങ് പോട്ടുകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് നടുന്ന രീതി ഒന്ന് നോക്കാം.
ഇത് ആദ്യം നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കണം. ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ ചെടി നടുന്ന രീതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ ആദ്യം പോട്ടിംഗ് മിക്സ് റെഡിയാക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു ചിരട്ടയിൽ ചകിരിപ്പൊടി. ഇനി നമുക്ക് ഒരു ചിരട്ട ചാണകപ്പൊടിയും കൂടെ എടുക്കാം. ചാണകപ്പൊടിയും ചകിരിപ്പൊടിയും മണ്ണും ഒരേ അളവിലാണ് നമ്മൾക്ക് എടുക്കേണ്ടത്. ഇന്ന് ഞാൻ കുറച്ച് കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. കൈകൊണ്ട് നമുക്ക് ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം. കൈകൊണ്ട് ഇളക്കി കഴിയുമ്പോഴേ ഒരു സുഖം കിട്ടുള്ളൂ, കാരണം നന്നായിട്ടൊന്ന് ഇളകി വരണമെങ്കിൽ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് അടിഭാഗത്ത് കുറച്ച് ചകിരി ഇട്ട് കൊടുക്കാം. ഹോളുള്ള പോട്ടായിരിക്കണം. ചകിരി ഇട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 3/4 ചട്ടിയോളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ടർട്ടിൽ വൈന് കുറേശ്ശെ നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് അധികം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ ഇടുന്നതേ ഉള്ളൂ. ഏകദേശം ഇത്രയും മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. ആ മണ്ണിൻ്റെ മുകളിലേക്ക് നമുക്കിടാം. എന്നിട്ട് ഞാനിപ്പോൾ ഇത്തിരി ഏറെ ഇതിലിടുന്നുണ്ട്, ഒരുപാട് ഇരിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. ഇത്രയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനിയുള്ള ഒരാഴ്ചത്തേക്ക് നമുക്കിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഒന്ന് മൂട് പിടിച്ചതിന് ശേഷം മാത്രം പിന്നെ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് മൂട് പിടിച്ച് വന്നതാണ്, ഏകദേശം 1 മാസമൊക്കെ ആയതാണത്. അപ്പം നമ്മളിന്ന് ഒരുപാട് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് ഹാങ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.